കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കാസ്തയെ മുഖ്യാതിഥിയാക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ കെ സാജു. മുഖ്യാതിഥിയെ മാറ്റിയ കാര്യം അറിയിച്ചില്ലെന്ന് കാട്ടിയാണ് വിശദീകരണം തേടിയത്. ഡിസംബർ 11 മുതൽ 13 വരെ കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ നടന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കായസ്ത മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. പ്രമുഖ ചലച്ചിത്ര താരത്തെയായിരുന്നു ആദ്യം മുഖ്യാതിഥിയായി നിശ്ചയിച്ചിരുന്നതെന്നും പിന്നീട് ഇതിൽ മാറ്റം വരുത്തിയ കാര്യം ഡിസംബർ 11 ഉച്ചയ്ക്ക് ശേഷമാണ് തന്നെ അറിയിച്ചതെന്നും കാണിച്ചാണ് VC സ്റ്റുഡന്റ് ഡീനിനോട് വിശദീകരണം തേടിയത്. അതേസമയം നേരത്തെ തന്നെ നിശ്ചയിച്ച അതിഥിയാണ് പ്രബീർ പുർക്കായസ്തയെന്ന് സംഘാടകരായ യൂണിവേഴ്സിറ്റി യൂണിയൻ വ്യക്തമാക്കി. നവംബർ 19 തന്നെ ഇക്കാര്യം പരസ്യപ്പെടുത്തി പോസ്റ്റർ പുറത്തിറക്കിയെന്നും സംഘാടകർ പറയുന്നു. തമിഴ് എഴുത്തുകാരൻ ചാരു നിവേദിത ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുർക്കായസ്തയ്ക്ക് പുറമെ ചലച്ചിത്ര താരം നിഖില വിമൽ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് ശേഷം സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാതിരുന്ന സർവകലാശാലയിൽ ഗവർണർ നിയമിച്ച VC കെ സാജു. കടുത്ത മോദി വിമർശകനായ പ്രബീർ പുർക്കായസ്തയെ ഇന്ത്യ വിരുദ്ധ മാധ്യമപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. UAPA കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. സുപ്രീം കോടതി പിന്നീട് UAPA ചുമത്തിയത് റദ്ദാക്കിയിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.